മോർണിംഗ്. ഇപ്പൊ നമ്മുടെ ഏത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കയറിയാലും കുഞ്ഞന്റെ ഒരു ഹായ് പതിവാക്കിയിട്ടുണ്ട്. അത് അവനെ കൊണ്ട് പറയിച്ചില്ലെങ്കിൽ നല്ല ബഹളവുമാണ്. അപ്പൊ ഇന്നൊരു മോർണിംഗ് ബ്ലോഗാണേ. അമ്മ വെളുപ്പിനെ കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് അടുക്കളയിൽ കയറി പണി തുടങ്ങിയിട്ടുണ്ട്. ശരത്തിന് ഇന്ന് ചോറ് കൊണ്ടുപോകേണ്ടതുകൊണ്ട് കാര്യമായിട്ടുള്ള പണിയെടുപ്പാണ്. കുറച്ചു നേരമൊക്കെ അടുക്കളയിൽ നിന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നേരെ ടെറസിലേക്ക് പോയി. ഇവിടെ ഒരാൾ ഇന്ന് മുതൽ നന്നാവാൻ തീരുമാനിച്ചു. എക്സാം ഒക്കെ ആയി വരുമല്ലേ, അതിന്റെ പഠിത്തത്തിലാണ്. പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ എത്തിയപ്പോഴത്തേക്കും അമ്മയുടെ ഏകദേശം പണിയൊക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. ചൂട് ദോശയും സാമ്പാറും കിഴങ്ങ് തോരനും ഒക്കെ ഉണ്ടായിരുന്നേ. ഇവിടെ ഒരാൾ രാവിലത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ചീര നടാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. ഇതൊക്കെ ചെയ്യാനായിട്ട് അവന് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ചീര നടലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവനെ വിളിക്കാതെ ഞങ്ങൾ ടെറസിലേക്ക് വന്നതിന്റെ ദേഷ്യത്തിലാണ് ആള്. അപ്പോഴേക്കും ഒരു കത്തിയും കോലും ഒക്കെ ആയിട്ട് വാഴയില മുറിക്കാനായിട്ട് അമ്മയും വന്നു. ശരത്തിന് ചോറ് പൊതിഞ്ഞു കൊടുക്കാനായിട്ടാണ് ഈ വാഴയിലയും കൊണ്ട് പോകുന്നത്. പൊതിച്ചോറ് മരുമകന് മാത്രമുള്ള, മകൻ എന്താ കൊടുത്തു വിടാത്തതെന്ന് ഇന്നലെ ശരത്തിന്റെ കൂടെ ജോലി ചെയ്യുന്നൊരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. എന്തായാലും ചേട്ടാ, ഇന്ന് ആ പരാതിയൊക്കെ തീർത്തിട്ടുണ്ടേ. എപ്പോഴും മുട്ട വറുത്തെടുക്കുന്നത് കൊണ്ട് ഇന്ന് തേങ്ങയും കുരുമുളകും ഒക്കെ ചേർത്ത് തോരൻ പോലെ ഇടും. വാട്ടിയെടുത്ത വാഴയിലേക്ക് ചൂട് ചോറിട്ടു. അതിന്റെ സൈഡിലായി കിഴങ്ങ് തോരനും അച്ചാറും വെച്ചു. ചെറിയ കഷ്ണം വാഴയിലേക്ക് മുട്ട പൊതിഞ്ഞെടുത്തു. എല്ലാം കൂടി വെച്ചിട്ട് ചോറ് പൊതികെട്ടി. ചെറിയൊരു ടിന്നിനകത്തായി സാമ്പാറും എടുത്തു. അങ്ങനെ രാവിലത്തെ പണിയൊക്കെ ഒതുക്കിയിട്ട് കാപ്പി കുടിക്കാനിരുന്നു. രാവിലെ കഴിക്കാനായിട്ട് ചൂട് ദോശയും സാമ്പാറും ആയിരുന്നു. ഇവിടെ എല്ലാവർക്കും ദോശ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഇതിനോട് താല്പര്യം ഇല്ലാത്ത ഒരാൾ കൂടെ ഉണ്ട്. ഉണ്ണിച്ചുണ്ട് ദോശയെക്കാട്ടി ഇഷ്ടം രാവിലെ ചോറ് കഴിക്കാനായിരുന്നു. അപ്പൊ ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.